തലസ്ഥാനം ഭരിക്കാൻ തലയെടുപ്പോടെ ശ്രീലേഖ IPS. ഇനി തലസ്ഥാനത്തിന് പോലീസ് പദവിയിൽ നിന്നും വിരമിച്ച ഒരു വനിത മേയറാകുന്നു. ആദ്യമാണ് പോലീസ് വകുപ്പിൽ ഉന്നത സ്ഥാനത്തിരുന്ന് വിരമിച്ച ഒരു വ്യക്തി ഈ സ്ഥാനത്തേക്ക് വരുന്നത്. തെരഞ്ഞെടുപ്പ് പ്രചരണ വേളയിൽ തന്നെ മാറേണ്ട തിരുവനന്തപുരത്തെക്കുറിച്ച് ഒരുപാട് പ്രതീക്ഷകൾ ശ്രീലേഖ IPS പങ്കുവച്ചിരുന്നു. പ്രചരണം പോലും വളരെ വ്യത്യസ്തമായ ശൈലിയിലാണ് ശ്രീലേഖ നടത്തിയത്. തലപ്പത്തേക്ക് ഒരു വനിത വരിക എന്നതിനു പിന്നിൽ ദേശീയ നേതൃത്വം തന്നെയാണ്. ദില്ലിയിൽ രേഖാ ഗുപ്തയെ വിശ്വസിച്ച് ചുമതലകൾ ഏൽപ്പിച്ചതുപോലെ തന്നെ നരേന്ദ്രമോദി തിരുവനന്തപുരത്തെ ഒരു സ്ത്രീയെ ഏൽപ്പിക്കുന്നു. നേതൃനിരയിൽ രാജേഷിനെ പോലെയുള്ളവർ ഉണ്ടായിട്ടും അതിശക്തമായ ഒരു തീരുമാനം എടുക്കുകയാണ് ദേശീയ നേതൃത്വം. രാജേഷിന് മറ്റു പദവികൾ ഉണ്ടാവില്ല, എന്നാൽ അദ്ദേഹം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കും എന്നറിയുന്നു. ജയിച്ചാൽ മന്ത്രിയാകാം. ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തേക്കും ഒരു വനിതയാണ്, സിമി ജ്യോതിഷ്. സ്ത്രീ സൗഹാർദ്ദത്തിന് ഇനി അനന്തപുരിയിൽ വസന്തകാലം. കൂടുതൽ സ്ത്രീകളെ BJP-യിലേക്ക് ആകർഷിക്കാൻ ഈ നരേന്ദ്രമോദി തന്ത്രം മേമ്പൊടിയാകുമെന്നതും ഉറപ്പ്. 2020 ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് സ്ഥാനത്ത് നിന്ന് വിരമിച്ച ശ്രീലേഖ ശാസ്തമംഗലം ഡിവിഷനിൽ വൻ ഭൂരിപക്ഷത്തിൽ വിജയിച്ചതോടെ BJP-യുടെ കുതിപ്പിൽ ഏറ്റവും പ്രമുഖ വ്യക്തികളിൽ ഒരാളായി വേറിട്ട് നിൽക്കുന്നു. തിരുവനന്തപുരം കോർപ്പറേഷൻ CPIM-ൽ നിന്ന് പിടിച്ചെടുത്തുകൊണ്ട് ശനിയാഴ്ച കേരളത്തിൽ BJP ചരിത്രപരമായ ഒരു രാഷ്ട്രീയ മുന്നേറ്റത്തിനാണ് തുടക്കമിട്ടത്. സംസ്ഥാന തലസ്ഥാന നഗരിയിൽ 45 വർഷത്തെ തുടർച്ചയായ ഇടതുപക്ഷ ഭരണം അവസാനിപ്പിച്ചു. കേരളത്തിലെ ആദ്യത്തെ വനിതാ IPS ഓഫീസർ ഉയർന്ന മത്സരത്തിൽ വിജയിച്ചു. ഇത് കാവി പാർട്ടിയുടെ വിജയത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. 2020 ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് എന്ന സ്ഥാനത്ത് നിന്ന് വിരമിച്ച ശ്രീലേഖ ശാസ്തമംഗലം ഡിവിഷനിൽ വൻ ഭൂരിപക്ഷത്തിൽ വിജയിച്ചതോടെ BJP-യുടെ കുതിപ്പിലെ ഏറ്റവും പ്രമുഖ വ്യക്തികളിൽ ഒരാളാണ്. 64 വയസ്സുള്ള മുൻ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥയെ മേയർ സ്ഥാനത്തേക്ക് BJP പരിഗണിക്കുന്നു എന്ന് കാണുമ്പോൾ അത് തിരുവനന്തപുരത്തെ സ്ത്രീകളുടെ മാത്രമല്ല, കേരളത്തിൽ ഒന്നടങ്കമുള്ള സ്ത്രീകളുടെ വിജയം കൂടിയാണ്. തീവ്രമായ രാഷ്ട്രീയ ഊഹാപോഹങ്ങൾക്ക് അവരുടെ വിജയം തുടക്കം കുറിച്ചിരുന്നു. നിയമിത ആകുന്നതോടെ പാർട്ടിയുടെ ആദ്യത്തെ മേയർ ആവുകയാണ് ശ്രീലേഖ IPS. തിരുവനന്തപുരത്ത് ജനിച്ചു വളർന്ന ശ്രീലേഖ 1987 ജനുവരിയിൽ കേരളത്തിലെ ആദ്യത്തെ വനിതാ IPS ഓഫീസറായി. 3 പതിറ്റാണ്ടിലേറെ നീണ്ട കരിയറിൽ നിരവധി ജില്ലകളിലെ പോലീസ് യൂണിറ്റുകളുടെ തലവനായും CBI, കേരള ക്രൈംബ്രാഞ്ച്, വിജിലൻസ്, ഫയർഫോഴ്സ്, മോട്ടോർ വാഹന വകുപ്പ്, ജയിൽ വകുപ്പ് എന്നിവ ഉൾപ്പെടെയുള്ള പ്രധാന ഏജൻസികളിലും സേവനമനുഷ്ഠിച്ചു. 2017 ഡയറക്ടർ ജനറൽ ഓഫ് പോലീസായി സ്ഥാനക്കയറ്റം ലഭിച്ചു. കേരളത്തിൽ ഈ പദവി നേടുന്ന ആദ്യ വനിതയായി. CBI-ലെ സേവനകാലത്ത് നിർഭയമായ റെയ്ഡുകൾക്കും അഴിമതി വിരുദ്ധ നിലപാടുകൾക്കും അവർ റെയ്ഡ് ശ്രീലേഖ എന്ന വിളിപ്പേര് നേടി. 33 വർഷത്തിലേറെ പൊതുസേവനത്തിന് ശേഷം 2020 ഡിസംബറിൽ വിരമിച്ചു. കേരളത്തിലെ ആദ്യ വനിതാ IPS ഉദ്യോഗസ്ഥയും സംസ്ഥാനത്ത് DGP പദവിയിലെത്തുന്ന ആദ്യ വനിതാ IPS ഉദ്യോഗസ്ഥയുമാണ് ശ്രീലേഖ. ബാങ്ക് ഉദ്യോഗസ്ഥ, കോളേജ് അധ്യാപിക എന്നീ നിലകളിൽ പ്രവർത്തിച്ചതിന് ശേഷമാണ് ശ്രീലേഖ IPS പദവിയിലേക്ക് എത്തിയത്. 1987 ബാച്ചിലെ IPS ഉദ്യോഗസ്ഥയായ അവർ 33 വർഷത്തെ സർവീസ് ജീവിതത്തിനിടയിൽ പോലീസിനകത്തും പുറത്തുമായി നിരവധി പദവികളാണ് വഹിച്ചത്. ചേർത്തല ASP ആയി ഔദ്യോഗിക ജീവിതം ആരംഭിച്ച ശ്രീലേഖ 1991 കേരളത്തിലെ ആദ്യ വനിതാ SP ആയി തൃശൂരിൽ ചുമതലയേറ്റു. വയനാട്, പത്തനംതിട്ട, ആലപ്പുഴ എന്നിവിടങ്ങളിൽ SP ആയി പ്രവർത്തിച്ചു. പോലീസ് ആസ്ഥാനത്ത് AIG ആയും 4 വർഷത്തോളം CBI-യിൽ SP ആയും DIG ആയും പിന്നീട് ക്രൈംബ്രാഞ്ച് IG ആയും ജോലി ചെയ്തു. എറണാകുളം റേഞ്ച് DIG ആയ ശേഷം വിവിധ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ തലപ്പത്തും പ്രവർത്തിച്ചു. വിജിലൻസ് ADGP ആയും പ്രവർത്തിച്ചു. റബ്ബർ മാർക്കറ്റിംഗ് ഫെഡറേഷൻ, കേരള സ്റ്റേറ്റ് കൺസ്ട്രക്ഷൻ കോർപ്പറേഷൻ, റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ എന്നീ സ്ഥാപനങ്ങളുടെ മാനേജിംഗ് ഡയറക്ടറായിരുന്നു. ഗതാഗത കമ്മീഷണർ, ജയിൽ മേധാവി എന്നീ നിലകളിലും പ്രവർത്തിച്ചു. കൺസ്യൂമർ ഫെഡിലെ അഴിമതി കണ്ടെത്തിയ ശ്രീലേഖ നേതൃത്വം നൽകിയ ഓപ്പറേഷൻ അന്നപൂർണ ഏറെ കോളിളക്കം സൃഷ്ടിച്ചിരുന്നു. ട്രാൻസ്പോർട്ട് കമ്മീഷണറായിരിക്കെ സേഫ് കേരള പദ്ധതിക്ക് തുടക്കമിട്ടു. ജയിൽ മേധാവിയായിരിക്കെ തടവുകാരുടെ പുനരധിവാസത്തിനും ജയിൽ നവീകരണത്തിനുമായി നിരവധി പദ്ധതികളാണ് തുടങ്ങിയത്. 3 പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ നടത്തിപ്പുണ്ടായിരുന്നു. ഫയർഫോഴ്സ് മേധാവി സ്ഥാനത്ത് നിന്നാണ് ശ്രീലേഖ വിരമിക്കുന്നത്. വിശിഷ്ട സേവനത്തിന് രാഷ്ട്രപതിയുടെ മെഡൽ ലഭിച്ച ശ്രീലേഖ കുറ്റാന്വേഷണ പുസ്തകങ്ങൾ, ബാലസാഹിത്യ കൃതികൾ ഉൾപ്പെടെ നിരവധി പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. മനസ്സിലെ മഴവില്ല്, നിയമനിർമ്മാണം, സ്ത്രീകൾക്ക്, ചെറുമർമരങ്ങൾ, നീരാഴിക്കപ്പുറം, ലോട്ടസ് തീരികൾ, മരണദൂതൻ, കുഴലൂത്തുകാരൻ, കുട്ടികളും പോലീസും, തമസോമ തുടങ്ങിയവയാണ് പ്രധാന കൃതികൾ. 2017 നടിക്കെതിരായ ലൈംഗികാതിക്രമ കേസിൽ നടൻ ദിലീപിനെ തെറ്റായി ഉൾപ്പെടുത്തിയെന്ന വാദവുമായി ശ്രീലേഖ നടത്തിയ പ്രസ്താവനയിലൂടെ വിരമിച്ചതിനു ശേഷവും പൊതുശ്രദ്ധയിൽ തുടർന്നു. അടുത്തിടെ പുറത്താക്കപ്പെട്ട കോൺഗ്രസ് നേതാവ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ലൈംഗിക പീഡന പരാതി ഫയൽ ചെയ്യുന്നതിലെ കാലതാമസത്തെ ചോദ്യം ചെയ്തുകൊണ്ടും അവർ വിവാദം സൃഷ്ടിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സ്വാധീനത്താൽ 2024 ഒക്ടോബറിൽ BJP-യിൽ ചേർന്നു. തന്റെ പോലീസ് ജീവിതത്തിൽ രാഷ്ട്രീയ ബന്ധങ്ങളൊന്നുമില്ല എന്നും രാഷ്ട്രീയ പക്ഷപാതമില്ലാതെയാണ് സേവനം അനുഷ്ഠിച്ചതെന്നും ശ്രീലേഖ പറഞ്ഞിട്ടുണ്ട്. സംസ്ഥാന തലസ്ഥാനത്ത് BJP അഭൂതപൂർവമായ ഉയർച്ച ആഘോഷിക്കുമ്പോൾ കേരളത്തിന്റെ പൗരരാഷ്ട്രീയത്തിൽ ഒരു പുതിയ അധ്യായമാണ് തിരുവനന്തപുരം കോർപ്പറേഷനെ നയിക്കാൻ ശ്രീലേഖ എത്തുന്നതിലൂടെ തെളിയുന്നത്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.